ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിലെ പുതിയ മൂവീസ് ഡൗൺലോഡ് ചെയ്യാനും ഓൺലൈനായിട്ട് മൂവീസ് കാണാനും സാധിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ്. എന്നാൽ ഇതേ വെബ്സൈറ്റിന് ഒരു ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വെബ്സൈറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റ് ഉപയോഗിക്കുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ ലിങ്ക് തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ UC ബ്രൗസർ മാത്രം ഇതുപോലുള്ള വെബ്സൈറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഡൗൺലോഡ് കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ കൂടുതൽ പരസ്യങ്ങളൊന്നും ഇല്ലാത്തൊരു വെബ്സൈറ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഇഷ്ടപ്പെടും. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ഈ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അതാത് സമയം ലഭിക്കുകയുള്ളൂ. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെച്ചിട്ടുണ്ട്. ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഹോം പേജാണ് കിട്ടുക. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. എന്നാൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെയാണ് ഹോം പേജൊക്കെ കാണാൻ സാധിക്കുക. മൂവി ഡൗൺലോഡ് ചെയ്യുന്ന മെത്തേഡൊക്കെ സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡയറക്റ്റായിട്ട് വെബ്സൈറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ മൂവീസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. മലയാളം, ഹിന്ദി, തമിഴൊക്കെ നമുക്കിവിടെ മിക്സ്ഡ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സെർച്ച് ബാറുണ്ട്. സെർച്ച് ബാറിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മൂവിയുടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ആ ഒരു മൂവി അവൈലബിൾ ആണെങ്കിൽ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഞാനിവിടെ മധുര രാജ പുതിയൊരു മൂവി സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ അവൈലബിൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇനി മറ്റൊരു മെത്തേഡ് നമുക്ക് മുകളിലായിട്ട് തന്നെ കാണാം. ഇടതുവശത്തായിട്ടൊരു 3 ലൈന് കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ കാറ്റഗറീസ് അവൈലബിൾ ആണ്. മലയാളം, തമിഴ്, ഹിന്ദി, റൊമാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാറ്റഗറീസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് മലയാളം മൂവീസാണ്. ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മലയാളം എന്നുള്ള ഈ ഒരു ഭാഗം ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. മലയാളം സെലക്ട് ചെയ്യുന്ന സമയത്ത് മലയാളത്തിലെ പുതിയ മൂവീസൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു മൂവി ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ മുകളിലായിട്ട് നമുക്ക് ആ ഒരു മൂവിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. മുകളിൽ നിങ്ങൾക്കൊരു പ്ലേ ഐക്കൺ ഇവിടെ ആനിമേറ്റഡ് ആയിട്ട് പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മളിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂവി പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നും മൂവി ഓൺലൈനായിട്ട് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നമുക്കിവിടെ 3 പ്ലെയർ അവൈലബിൾ ആണ്. നമുക്ക് പ്ലെയർ 1 ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള 2, 2 അല്ലെങ്കിൽ 3 പ്ലെയർ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് എങ്ങനെയാണ് പ്ലേ ചെയ്ത് നോക്കാം. ഈ ഒരു പ്ലേ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ വളരെ സ്പീഡോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു മൂവീസൊക്കെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ നിങ്ങൾക്കറിയാം UC ബ്രൗസറിൽ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൂവി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു ഡൗൺലോഡ് ഐക്കൺ കാണാൻ സാധിക്കും. ഈ ഒരു ഡൗൺലോഡ് ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഡൗൺലോഡ് ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നമുക്ക് മൂവി ഡൗൺലോഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ മൂവീസും ഡൗൺലോഡ് ചെയ്യേണ്ടത് ഒരേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റ് ഉപകാരപ്പെടും. പുതിയ പുതിയ മൂവീസൊക്കെ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മലയാളം മാത്രമല്ല, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക് തുടങ്ങിയ എല്ലാ മൂവീസും നമുക്ക് ഇവിടുന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.